ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഡിപ്രഷനൊക്കെ ഒറ്റയടിക്ക് മാറും ജിജുവിന് ഒരു ക്രൈസിസ് വന്നാൽ. അത് എനിക്ക് അല്ലെങ്കിൽ തന്മിക്കോ വരണം. പെട്ടെന്ന് ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട് അത് മുൻചേട്ടാ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാനും ഉറപ്പായിട്ട് കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ്. ഞാൻ അവരോട് എന്ത് സംസാരിക്കും, എന്ത് പറയും, ചിരിക്കണോ വേണ്ടയോ, ഓക്വേർഡ് ആവോ, ഇനി അവർ നമ്മളെ മൈൻഡ് ആക്കാതിരിക്കുമോ, എന്താ ഉണ്ടാവണേന്ന് അറിയില്ല. അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ്. ഞാൻ അപ്പം തന്നെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് മാറി കുറച്ച് ദൂരെ പോയി നിൽക്കും. ഹെയർ പ്രിസർവ് ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന രീതി ഭയങ്കര നല്ല രസമാണ് കാണാൻ. കാരണം ഈ ഹെയർ രണ്ട് ടഫ്റ്റായിട്ട് അവർക്ക് കിട്ടണം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറകെ വേറൊരു വ്യവസായം ചിലപ്പോ അത് തന്നെ ആയിരിക്കും കറങ്ങി തിരിഞ്ഞ വിഗായിട്ട് ഞാൻ വെച്ചത്. എനിക്ക് ബോഡി ഷേമിങ് കമന്റ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ദിസ് ടു ഷാൽ പാസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഐ എം ഓപ്പൺ ടു ഫീഡ്ബാക്ക്. പക്ഷെ ഭയങ്കര എന്താ പറയാ ഹേറ്റ്ഫുൾ സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എപ്പോഴും മിഥുനെ കുറിച്ച് പറയണത് പോസിറ്റിവിറ്റി ഫെയറി എന്നാണ്. ഈ ടെർമിനോളജി എവിടെ നിന്ന് കിട്ടിയത്? എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പറയും പോസിറ്റിവിറ്റി ഇൻസ്റ്റൻസ് ഇൻ ലൈഫ്. മിഥുന്റെ ഈ പോസിറ്റിവിറ്റിയുടെ ഇമ്പാക്ട് എങ്ങനെയാണ്? ഞാൻ പെട്ടെന്നൊരു ഇൻസ്റ്റൻസ് ആയിട്ട് പറയാൻ പറ്റില്ല എനിക്ക്. അതായത് ഇപ്പോൾ എന്തെങ്കിലും സംഭവത്തിൽ ഞാൻ വിഷമിച്ചിരിക്കാന്ന് വിളിച്ചോളൂ, ഞാൻ കരഞ്ഞാൽ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ പറയാം ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ, ഇതാണ് അത്ര വലിയ സംഭവം, അത് പോവാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ഡയലോഗ് എടുക്കാൻ അവിടെ ശരിയായിട്ടുണ്ടോ? പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോ ഒരു ഡിപ്രസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ഇല്ല. ആ സമയത്ത് അത് വർക്ക്ഔട്ട് ആവാറില്ല. പക്ഷെ എന്നെ കൂടെ ഇരുത്തി എന്റെ തെറപ്പിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിപ്പിച്ച് കൗൺസിലിംഗ് നടത്തി എനിക്ക് മെഡിക്കേഷൻ വരെ എടുത്തു തരാറുണ്ട്. അതെല്ലാം നമുക്ക് ഓരോന്നും അറിയാൻ പറ്റുമല്ലോ. ഞാൻ പറഞ്ഞ ഈ കൂടെ കിടക്കുന്ന രാപ്പനി അറിയാലോ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എവിടെ എന്ത് പറയണം എന്താണ് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും. ചില സമയം നമുക്ക് അറിയാം എന്ന് വെച്ചാൽ അത് ഈ പറയുന്നത് പോലെ വിഷമിച്ചിരിക്കുന്നത് പറയുന്നത് ഡിപ്രഷനേ അല്ല. സാഡ്നസ് എന്ന് പറയുന്നത് ഒരു കമന്റ് കണ്ടിട്ട് ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്നതാവാം. ഡിപ്രഷൻ ഒരു വർത്ത്ലെസ്നെസ്, നമ്മള് ഭൂമിക്കേ വേണ്ടാത്ത ഒരാളാണെന്ന് തോന്നുകയാണ്. യു നോ ദർ ഈസ് സംതിങ് റോങ് ആൻഡ് യു കാന്റ് പിൻ പോയിന്റ് വാട്ട് ഇറ്റ് ഈസ്. അതാണ് ഡിപ്രഷൻ. ഇതാണ് നമ്മൾ ഇതിന്റെ വ്യത്യാസം അറിയാൻ വേണം. ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാ സാഡ്നസിനെയും ഡിപ്രഷൻ ആണെന്ന് പറയുന്ന ഒരു ഫാഡ് വളരെ കൃത്യമായിട്ട് നടക്കുന്നു. ദീപിക പതുക്കം പറഞ്ഞോട്ട് ആൾക്കാർക്കെല്ലാം ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നത് ഒരു രസമായിട്ടുള്ള കാര്യം. പക്ഷേ ഐ ഹവ് സീൻ വാട്ട് ഷി ഹസ് ഗോൺ ത്രൂ. നമുക്ക് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഇഷ്യൂസ് എന്താണെന്നുള്ളതിന്റെ അല്ലെങ്കിൽ അതിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്നുള്ളതും വളരെ കൃത്യമായിട്ട് ആ സമയത്ത് നമുക്ക് മറ്റേ വെറുതെ നമുക്ക് ഷൻ ചെയ്തങ്ങ് വിടാൻ പറ്റില്ല. യു കനോട്ട് ആക്ച്വലി സേ ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ പറയാം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഫസ്റ്റ് നമുക്ക് ഡ്രൈവ് പോവാം. നമുക്ക് മറ്റേ ആ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു റൗണ്ട് നോക്കാം, അവിടെ അത് പുതിയൊരു സാധനം തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പോവും. പിന്നെ അപ്പം നമുക്ക് ഈ ഡ്രൈവിലാണെങ്കിൽ സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നിന്ന് ഫുള്ള് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനതാ പറഞ്ഞത്, നമുക്ക് സ്വീപ്പിംഗ് അണ്ടർ ദ കാർപ്പറ്റ് ഇസ് വെരി ക്വൈറ്റ് ഈസി. ബട്ട് ആക്ച്വലി ഗെറ്റിംഗ് ആ ഡസ്റ്റ് ഔട്ട് ആക്കാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിപ്പോൾ ഇത്രയും നാളായിട്ടുള്ള എൻ്റെ ഒരു അറിവും കൂടി കൊണ്ടായിരിക്കാം. ഇപ്പം നമ്മളെത്രയും അവർക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മാറ്റം വരുന്നതെന്നുള്ള അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും ഇത് ചെയ്യണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഡിപ്രഷനൊക്കെ ഒറ്റയടിക്ക് മാറും ജിജുവിന് ഒരു ക്രൈസിസ് വന്നാൽ. അത് എനിക്ക് അല്ലെങ്കിൽ തന്മിക്കോ വരണം. അവക്കുള്ള ക്രൈസിസ് അല്ല, എനിക്കോ തന്മിക്കോ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാ പ്രശ്നവും മാറിക്കോളും. അപ്പൊ പിന്നെ ഈ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പൊ തന്നെ മനസ്സിലായല്ലോ. അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ടോട്ടൽ ഡിഫറെന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മുടെ മൈൻഡ് തന്നെയാണല്ലോ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇറ്റ് ഫോർ യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? അതെങ്ങനെയാണ്? ഹൗ ഡു യു ഗെറ്റ് ആൻഡ് ഫൈറ്റ് യുവർ വേ ഔട്ട് ഓഫ് ഇറ്റ്? ഡിപ്രഷൻ അത് സ്ഥിരമായിട്ട് എന്നേക്കുമായിട്ട് ഇപ്പം പനി വന്നു മരുന്ന് വെച്ച് മാറി അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ല. ഞാനിപ്പോൾ മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, 6 years എടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയും എത്രയും കാലം ചിലപ്പോൾ ഡയബറ്റീസ് ഒക്കെ എടുക്കുന്ന പോലെ എടുത്തോണ്ടിരിക്കേണ്ടി വരുമായിരിക്കും. അപ്പം ഞാൻ പുറത്ത് വരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക, എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് എന്തെങ്കിലും ചെയ്യുക. സ്ഥിരം ചെയ്യുന്നതല്ലാണ്ട് എന്തെങ്കിലും ഫുൾ ബ്ലാസ്റ്റിലിട്ട് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവി കാണുക, ഇപ്പോൾ തന്മീന മുൻചേട്ടൻ്റെ കൂടെ പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് കമൗട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ. എന്തൊരു അതിശയമാണ് ലക്ഷ്മി, നമ്മൾ ഒരാളെ ചിരിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ലക്ഷ്മി ഞങ്ങളെയൊക്കെ ഇരുന്ന് ചിരിപ്പിക്കുമ്പോൾ ലക്ഷ്മി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യുന്നത് നമുക്ക് സ്വപ്നം
സ്വപ്നത്തിൽ പോലും കരുതാൻ അല്ല പറ്റില്ല. അതാണ് റിയൽ ലൈഫും തമ്മിലുള്ള വ്യത്യാസം. നമ്മളെപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നല്ലത് മാത്രമേ ഇടുള്ളൂ. നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണത് ഇടാറില്ല. അപ്പോൾ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇത് ശരിക്കും പറഞ്ഞില്ലേ, അത് കൂടുതലും നമ്മുടെ ഇപ്പം ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ സ്റ്റെമ്മിങ് ഫ്രം ചൈൽഡ്ഹുഡ് വരെയും ഈ സംഭവങ്ങൾ ഉണ്ടാവും. അതെ, പോസ്റ്റ് പാർട്ടം ഭയങ്കര വലിയ ഡിപ്രഷൻ ഹിറ്റ് മേഖലയിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ നമുക്കിപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലായ്പ്പോഴും ഒരു പറഞ്ഞ പണ്ട് പറയായിരുന്നു, ഒരു ബഞ്ചി ജമ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്ക് ഇതൊരു പ്രശ്നമില്ലായിരുന്നു. ഒരു സ്കൈ ഡൈവ് റഷ് കിട്ടുമ്പോ കുറെ കാലത്ത് ഒരു 6-7 months ഞാൻ ആ ഇതിൽ പോവായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ if you have to actually break down and explain this, how can you എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലൈക്ക് മിഥുൻ ഇല്ലാത്ത സമയത്ത് സേ ഫോർ ഇൻസ്റ്റൻസ് ഹീസ് ഓൾവേസ് ട്രാവലിംഗ് പ്രിറ്റി മച്ച്. ലക്ഷ്മി, യു ആർ ഓൺ യുവർ ഓൺ. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ വേർ ഡു യു സീക്ക് യുവർ സപ്പോർട്ട് കൗൺസിലിംഗ് സ്ട്രക്ചർ? മെഡിക്കേഷൻ. യു ഹാവ് ടു ഹാവ് ദാറ്റ് സപ്പോർട്ട് സ്ട്രക്ചർ അല്ലേ? നമ്മൾ നമ്മുടെ പാർട്ട്ണറിനെ, നമ്മുടെ ഫ്രണ്ട്സിനെ മാത്രം ഡിപെൻഡ് ഞാൻ ഇത്രയെന്ന് വെച്ചാൽ പിന്നെ മുൻചാണ്ട് ബുദ്ധിമുട്ടിക്കുക അതും പ്രശ്നമല്ലേ? അൺഫെയർ ആണ്. അതും അൺഫെയർ അല്ല. ഞാൻ ഒരാളെ ബേർഡൻ ചെയ്യാൻ പാടില്ല. നമ്മൾ അതും നമ്മുടെ ഡോക്ടറെ പറ്റി പറയണ പോലെ 20 വർഷമായിട്ട് ഒരേ പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ്. ആർക്കും മാറ്റില്ല. പാവട്ടെ, നല്ല ഡോക്ടറുടെ പുള്ളി. എന്ത് അപ്പൊ നമ്മൾ പറയേ, അപ്പം എത്ര വർഷമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെന്നറിയോ? അപ്പൊ ആർക്കും ഒരു മാറ്റം കളിയാക്കണാണ്. ബട്ട് ദാറ്റ്സ് ദ വേ ഇറ്റ് ഈസ്. യു cannot say that മാനേജ് ചെയ്യാന്നുള്ളത്. മാനേജ് ചെയ്ത് കൊണ്ടുപോകാനേ ഉള്ളൂ. maybe getting out of it is not an easy thing, right? അപ്പൊ അതുകൊണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതേ പറ്റുള്ളൂ പലപ്പോഴും. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്സ് ആർ ഓൾസോ വെരി ഡിഫറെന്റ്. മിഥുൻ കംപ്ലീറ്റ് എക്സ്ട്രോവേർട്ട്. ഞാൻ ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് ഇൻട്രോവേർട്ട്. സെലക്റ്റീവ്ലി ഇൻട്രോവേർട്ട് ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പാർട്ട്ണർ ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ സോഷ്യൽ ആങ്സൈറ്റി എന്നൊക്കെ നമ്മൾ തമാശയായിട്ട് പറയെങ്കിലും ഐ ഫീൽ ദാറ്റ് ലക്ഷ്മി അത് ഈസി അല്ല ടു ഡീൽ വിത്ത്. അല്ല, ക്യാൻ യു ടെൽ മീ അബൌട്ട് വാട്ട് കൈൻഡ് ഓഫ് ഇഷ്യൂസ് യു ഡീൽ വിത്ത് ഒരു സോഷ്യലി നമ്മള് പുറത്തു പോണ സമയത്ത് തന്നെ ഇപ്പം പെട്ടെന്ന് ഓപ്പോസിറ്റ് ആൾക്കാരുണ്ട്, അത് മുൻചേട്ടാ എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞാനും ഉറപ്പായിട്ട് കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ലക്ഷ്മി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ്. ഇനി ഞാൻ അവരോട് എന്ത് സംസാരിക്കും, എന്ത് പറയും, ചിരിക്കണോ വേണ്ടയോ, ഓക്വേർഡ് ആവോ, ഇനി അവർ നമ്മളെ മൈൻഡ് ആക്കാതിരിക്കുമോ, എന്താ ഉണ്ടാവണേന്ന് അറിയില്ല. അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ്. ഞാൻ അപ്പം തന്നെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് മാറി കുറച്ച് ദൂരെ പോയി നിൽക്കും. അപ്പോൾ അവർ പിന്നെ ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞാൽ അടുത്ത് വരുമ്പോൾ സംസാരിക്കും. ഞാൻ ഉറപ്പായിട്ട് സംസാരിക്കണമല്ലോ, അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പറയും ജാടയാണ്, അഹങ്കാരിയാണെന്നൊക്കെ ഒരു പേര് വരും. എന്നാലും അതൊരു പ്രശ്നമാണ്. പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് പേടിയാണ്. ലിഫ്റ്റിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിരിക്കണോ, എന്താ പറയാൻ, സത്യമാണ്. ഞാൻ അതുകൊണ്ട് താഴെ നോക്കിയിട്ടാണ് നടക്കുക. എനിക്ക് സെക്യൂരിറ്റിയെ കണ്ട് സെക്യൂരിറ്റി വർത്താനം പറയണ്ടേ. അപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കില്ല, ഞാൻ ഇങ്ങനെ നോക്കിയിട്ടേ നടക്കുള്ളൂ. അതെനിക്ക് ഇത് അറിയായിരുന്നോ നേരത്തെ? അറിയില്ല, കല്യാണം കഴിഞ്ഞാൽ പറയാം. അപ്പൊ ഇനിഷ്യലി എങ്ങനെയായിരുന്നു? പിന്നെ എനിക്ക് ഫോൺ കോൾസും എടുക്കുന്ന പ്രശ്നമുണ്ട്. അതും എനിക്ക് പ്രശ്നമാണ്. ഫോൺ എടുക്കുകയില്ല. ഞാൻ ആകെ എടുക്കുന്നത് മുൻചേട്ടന്റെ, എന്റെ അമ്മയുടെ, തൻവിയുടെ. വേറെ ആരുടെ ഫോൺ കോൾസ് ഞാൻ എടുക്കില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. മെസ്സേജ് അയക്കലാണ് കൂടുതൽ. എല്ലാ മെസ്സേജ് വാട്സാപ്പിലാണ്. മിഥുൻ എങ്ങനെയാണ് ഇത് കാണുന്നത്? കാരണം സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് കളിയാക്കിയോ അല്ലെങ്കിൽ അത് ഇൻവാലിഡേറ്റ് ചെയ്തോ അല്ലെങ്കിൽ നിസാരമാക്കി തള്ളിക്കളയാണ്. ഇതിന്റെ ഒരു പക്ഷേ എനിക്ക് മനസ്സിലായതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ, took me a while to actually get to know that this is a real problem എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായൊന്നുമില്ല. ഞാൻ പറഞ്ഞു ചുമ്മാരുതേ ബാ എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു എൻ്റെ തുടക്കം. കാരണം നമുക്കൊക്കെ ഇത് എഡ്യൂക്കേഷൻ അല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മളെല്ലാവരും ഒരാൾ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ നമ്മൾ മാപ്പ് കൊടുക്കില്ലല്ലോ. പിന്നെ നമ്മൾ അതങ്ങ് വിട്ട് കളഞ്ഞിട്ട് പോകലല്ലേ സ്ഥിരം പരിപാടി. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്, ഇറ്റ്സ് എ ലേണിംഗ് കർവ്. നമ്മളിത് മനസ്സിലാക്കിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇത് ശരിക്കും ഒരു ഇഷ്യൂ ആണെന്നുള്ളത്. ലക്ഷ്മിയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. ഇപ്പം ഈ സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ സ്റ്റെം ചെയ്യുന്നതിൻ്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒറ്റ മോള. ആൻഡ് അമ്മ അങ്ങനെ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അമ്മ വളർത്തിയിരിക്കുന്നത് ആ രീതിയിലാണ്. കൺട്രോൾഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എപ്പോഴും ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെയാണ് സിംഗിൾ മോംസ് വളർത്തുമ്പോൾ എപ്പോഴും ഉള്ള ഒരു സംഭവം. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വന്ന് നമുക്ക് ഇത് ആവാനായിട്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കും. പണ്ട് നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതല്ലേ, ഇത് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു നേച്ചർ എന്നുള്ളതും നമുക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് അത് അങ്ങനെ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടെന്ന് വയ്ക്കും. നമുക്ക് ഇത് ചെയ്യും, നമ്മൾ അല്ലെങ്കിൽ വേറൊരു പ്ലാൻ ഉണ്ടാക്കും, ഇത് നടക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഫ്രം ഡേ വൺ ദിസ് can happen to me as well. You have to learn. ഈ പറയുന്ന സാധനമാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുത്ത് ഇതിനെ ഒരുപക്ഷെ അറിയാവുന്ന ഒരാൾ പറഞ്ഞു തന്നു ഒക്കെ തന്നെയാണ് ഇത് മാറിയത്, അല്ലാതെ ഒന്നുമില്ല.
അതുപോലെ വന്ന ഒരു സിറ്റുവേഷൻ ക്രൈസിസ് ആണ് മിഥുന് ബെൽ പാൽസി വന്നത്. ആൻഡ് അതൊരു ആരും അറിയാവുന്ന ഒരു ജസ്റ്റ് എ വൈറൽ ഇൻഫെക്ഷൻ സോ ടു സേ. പക്ഷെ അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്, എസ്പെഷ്യലി ഫോർ എ പേഴ്സൺ ഹൂ ഇസ് ഫേസിങ് ദ ക്യാമറ, യൂസിങ് ദ വോയിസ്. അതിൻ്റെ ഒരു ഇമ്പാക്ട് വാസ് ഹ്യൂജ്. ആൻഡ് ലക്ഷ്മി ആണെങ്കിൽ ആ ഇമ്പാക്റ്റിനെക്കാളും വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും അതൊരു വലിയ ഷോക്ക് ആയിപ്പോയി. ലക്ഷ്മി, വാട്ട് വാസ് ഇറ്റ് ഫോർ യു വെൻ യു ഷേവ്ഡ് ഓഫ് യുവർ ഹെയർ? ആ ഒരു ഒരു നേർച്ചയായിരുന്നു. അല്ല, ഇങ്ങനെ വന്ന സമയത്ത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് എടുക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമുക്ക് എന്നാലും നമുക്കൊരു വിശ്വാസം, ഇത് പെട്ടെന്ന് മാറണം ദൈവമേ എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ദൈവത്തിനെ വിളിക്കുമല്ലോ. അങ്ങനെ ആ സമയത്ത് ഞാൻ വോവ് ഇതാണ് ടോൺഷർ ചെയ്യാന്നുള്ളത്. അങ്ങനെ തിരുപ്പതി പോയി ചെയ്തു. ചെയ്ത് കഴിയുമ്പോഴാണ് കഴിഞ്ഞപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മനസ്സിൽ വിചാരിച്ചിരുന്ന കാര്യം നന്നായി പൂർത്തീകരിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞപ്പോ. അല്ല, ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഒരു പ്രായത്തിലെത്തുമ്പോ ഒന്ന് ചെയ്യണം. പക്ഷെ ആ പ്രായം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതോടെ എനിക്ക് എല്ലാവരും ഒരു തവണ ലൈഫിൽ ഒരു തവണ എല്ലാവരും ഒന്ന് ചെയ്യണം. അല്ല, വളരെ ഭയങ്കര ലൈഫ് ബിക്കം ഈസിയർ. ഇത് ചെയ്ത് കണ്ടു കഴിയുമ്പോഴല്ലോ മാത്രമല്ല ഒരാൾ ചെയ്തു വെച്ചേക്കണ കാണുമ്പോ നമുക്ക് തോന്നുന്നു ഇതൊന്നും ചെയ്യാം ശരിക്കും അല്ലേ. ലൈഫ് ബിക്കം ഈസിയർ ഫോർ മീ. മറ്റേ ഷവർ ചെയ്യാൻ കുറെ സമയം എടുക്കില്ല, ഷാമ്പൂ കണ്ടീഷൻ ഒക്കെ ലാഭം, ബ്ലോ ഡ്രൈ ചെയ്യണ്ട, 2 ഈരി ഇടണ്ട, ഇങ്ങനെ വെറുതെ ഇങ്ങോട്ട് പോയാൽ മതി. ഒരു സ്ത്രീക്ക് ഹെയർ ഇസ് എ ബിഗ് പാർട്ട് ഓഫ് അവർ. അല്ല, അങ്ങനെ കൺസിഡർ ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ വളരെ ഇപ്പൊ എന്നാലും പറയാം, ഇപ്പത്തെ സ്റ്റേജിൽ എന്തായാലും ഞാൻ അത്ര ഭയങ്കര കോൺഷ്യസ് ഒന്നുമല്ല. എനിക്ക് എന്റെ കാര്യം നടക്കണം എന്നുള്ളതായിരുന്നു മെയിനായിട്ട്. പക്ഷെ ഏറ്റവും അടിപൊളി സംഭവം ഉണ്ടല്ലോ, അത് ആ വിഗാണ് കേട്ടോ. വിഗ് ഉണ്ടല്ലോ, അതെവിടെയെന്ന് കണ്ടുപിടിച്ചു. അയ്യോ, നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ തല ഇളകി വിടുന്നത് പോലെയാണ്. വിഗുകളുടെ ഒരു ഘോഷയാത്രയാണ് അവിടെ. അതാണ് പല ഹെയർ സ്റ്റൈൽ, ഓരോ ദിവസം ഓരോ ഹെയർ സ്റ്റൈൽ, ഒന്ന് കേൾ ആണെങ്കിൽ ഒന്ന് സ്ട്രേറ്റ്, ഒന്ന് വേവ്, പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യുക. അത് ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ. മിഥുൻ എങ്ങനെയാണ് ഇമ്പാക്ട് ഉണ്ടായത് when you saw her with her bald head? ഞാനതിന് ഫുൾ വീഡിയോ എടുക്കില്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ വീഡിയോ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അത് ചെയ്യുന്നതിന് വീഡിയോ നമുക്ക് വേണ്ടിട്ട് പേഴ്സണൽ വെച്ചാൽ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഫോട്ടോ ഇട്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ ചെയ്തതിന്റെ വീഡിയോ എടുത്തില്ല. അത് കാരണം ഒരു അമ്പലത്തിലെ ഓഫറിംഗ് അല്ലേ. അപ്പൊ പിന്നെ ഇതിന്ന് മാത്രമല്ല അവർ അവിടെ ചെയ്യുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ വെളിയിൽ വിടുന്നതും ഒക്കെ മോശമല്ലേ. അപ്പം അതുകൊണ്ട് ചെയ്യാത്തതാണ്. പക്ഷെ അത് മുഴുവൻ കണ്ടിരിക്കാനും ഞാനും തന്നെ ഇവിടെ നിന്ന് ആഘോഷിക്കായിരുന്നു. അത് അവരെന്തെന്ന് വെച്ചാൽ അവർ ഈ ഹെയർ പ്രിസർവ് ചെയ്യാനായിട്ട് ഇവരെടുക്കുന്ന രീതി ഭയങ്കര നല്ല രസമാണ് കാണാൻ. കാരണം ഈ ഹെയർ 2 ടഫ്റ്റായിട്ട് അവർക്ക് കിട്ടണം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന് പുറകെ വേറൊരു വ്യവസായം ഉണ്ടാവും. കാരണം അങ്ങനെ അവരെടുക്കുമ്പോ അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ അപ്പൊ ഞാനും തന്നെ ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പൊ ഇത് ചെയ്ത് അപ്പം മറ്റേ അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോയ സ്വാമിയുണ്ട്, ശ്രീധർ സ്വാമി എന്ന് പറഞ്ഞിട്ടുള്ള സ്വാമിയുണ്ട്. സ്വാമി പറഞ്ഞത് 2 പേരും മനസ്സറിന് പ്രാർത്ഥിച്ചോളൂ, ഇതാ മറ്റേ നേർച്ച നടക്കുകയാണെന്ന് പറഞ്ഞു. നമ്മള് ചിരിക്കുക. ഞാൻ മുടി കൊടുക്കുന്ന സമയത്താണ് ചിരിച്ചോണ്ടിരിക്കുക. ഞാന് പ്രാർത്ഥിക്കുകയാണെന്നുള്ള വിഷയത്തിലും. അതേ സമയത്ത് ഹേറ്റേഴ്സിന്റെ ഒരു ക്രൗഡ് വന്നിരുന്നു. അത് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ. ഒരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു ജെസ്ചറാണ്, പ്രാർത്ഥിച്ച് എടുത്ത ഒരു സ്റ്റെപ്പാണ്. എന്നിട്ടും ഈ ഒരു ക്രൗഡ് കാലഘട്ടത്തിൽ പ്രതീക്ഷിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ദാറ്റ് ഈസ് ബിക്കോസ് എല്ലാവരുടെയും ചിന്ത ഒരേപോലെ ആവണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അതാണ്. പക്ഷെ പുള്ളിക്കാരി അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തു. എല്ലാത്തിനും മറുപടി കൊടുക്കും. ഞാനിന്ന് മറുപടി കുറെ എണ്ണത്തിനൊക്കെ മറുപടി കൊടുക്കും. സൈ ഇടുമ്പോഴാണ് എല്ലാത്തിനും കൊടുക്കുന്നത്. ഞാൻ വരിക്കും അവര് ഇങ്ങോട്ടും മെസ്സേജ് ഇട്ടല്ലേ, അപ്പൊ അവര് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എനിവേസ്, എന്റെ മുടി എന്റെ കാര്യം, മൈ ബോഡി മൈ റൈറ്റ് എന്ന് പറയുന്ന പോലെ. എനിവേ, നൗ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ ടു എ ലിറ്റിൽ ഗെയിം. ഐ ആം ഗെയിം എന്നാണ്. ഐ ആം ഗെയിം. This is Vanessa's card game. ഒരു ഡിസൈനറിന്റെ കാർഡ്സ് ആണ്. Okay. Nobody knows. ആർക്കും അറിയാത്ത ഒരു കാര്യം പറയണം. Okay. You will get. Yeah, you have to. First you start. Nobody knows. And I don't know if everybody knows this. I mean, nobody knows പറയാനാണെങ്കിൽ
എന്ത് പറയാനാണ്? ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. വളരെ ആണ്. അല്ല അല്ല he sings very well. കറക്റ്റാ, ചുമയൊക്കെ അടിച്ച് കറക്റ്റായിട്ട് പാടാൻ പറ്റും. ഒരു രണ്ടുപേരും ആവാം. ഇല്ല, ഞാൻ പാടാനായിട്ടാണ് പാടാൻ ഇത്രയും പറ്റുക. ശബ്ദ ഗാംഭീര്യമുള്ള ആൾക്ക് പാട്ട് പാടാൻ വയ്യേ? അത് മറ്റേ ഈണവും താളവും വേണമല്ലോ, അല്ലാതെ ശബ്ദം മാത്രം പോരല്ലോ. ഞാൻ സ്റ്റേജിലൊക്കെ കയറി കയറി ചുമ്മാ പാടും. എനിക്ക് പാടുന്നതിന് പ്രശ്നവും. ഞാൻ പറഞ്ഞു ഇന്നിപ്പോ പാടുന്നതിന് പാടുകയും ചെയ്യാം, അപ്പൊ എന്ത് വേണേലും പാടാമെന്നുള്ള സിറ്റുവേഷൻ. നമ്മള് സ്റ്റേജിൽ നിന്ന് എത്രയോ വർഷം കളിക്കുന്നില്ല, അപ്പൊ എന്ത് വേണേലും ചെയ്യുമല്ലോ. പക്ഷെ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ചുമയുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പാട്ട് പാടുന്നില്ലേ, ദേവസമാതലം അല്ലാണ്ട് ഞാൻ പേരെ ഇപ്പോഴത്തെ ഫേവറേറ്റ് നഗുമോ? അയ്യോ, അത് അവര് പെർഫോമൻസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത്, അത് പാടാൻ ഇഷ്ടമല്ല. അല്ല പാടാല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടതാണ്. സ്ഥിരം വീട്ടിൽ പാടുന്ന പാട്ട് ഏതാ? അങ്ങനെ ഇന്ന് മുഴുവൻ എല്ലായ്പ്പോഴും ഇന്നിപ്പോ പാടിക്കൊണ്ടിരുന്നത് ഇന്നൊരു പാട്ട് പാടുന്നല്ലോ. എന്നിട്ട് മിഥുന്റെ പാട്ട് പാടി ഞാൻ എങ്ങും കണ്ടിട്ടില്ല, കുറെ ഇന്റർവ്യൂസ് കണ്ടു. ഞാൻ സ്റ്റേജിൽ വരെ പാടിയിട്ടുണ്ട്. ഞാൻ മറ്റേ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനകത്തും ഞാൻ ഇപ്പം 24-ന്റെ ഇതിനകത്ത് മറ്റേ കുട്ടനാടൻ കായലിലെ ഇദ്ദേഹത്തിന്റെ കൂടെ പാടി. അത് ഒറ്റയ്ക്കല്ല, നമ്മുടെ പ്രചോദനന്റെ കൂടെ സൈഡിൽ നിന്ന് പാടി. അതായത് മറ്റേ കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി, ആ സാധനം പാടി. അപ്പൊ ഒരു പുതിയ കരിയർ ട്രാക്കും തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ, ചെയ്യാൻ മാധ്യമത്തിന്റെ പരിപാടിക്ക് ഹോസ്റ്റ് ചെയ്യാൻ ഞാൻ പോകുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം കലാശക്കൊട്ടുണ്ട്. കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും നിന്ന് പാടും, മുസ്തഫയോ അല്ലെ ഇതൊക്കെ ആയിരിക്കും. അപ്പം കൂടെ ചേർന്ന് പാടാലോ, അതൊരു പ്രശ്നമില്ലല്ലോ. Yes, your card. You will get through this. You will get through this. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, സ്വയമേ പറഞ്ഞിട്ടുണ്ടോ? Has anybody told you that you get through this? എനിക്ക് ബോഡി ഷേമിങ് കമന്റ്സ് ഒക്കെ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അയ്യോ ദിസ് ടു ഷാൽ പാസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ എം ഓപ്പൺ ടു ഫീഡ്ബാക്ക്. പക്ഷെ ഭയങ്കര എന്താ പറയുക ഹേറ്റ്ഫുൾ സ്പൈറ്റ്ഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ കമന്റ്സ് ഒന്നും ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാണ് പതിവ്. സോ അങ്ങനത്തെ കമന്റ്സ് വരികയാണെങ്കിൽ ഐ സേവ് ഇറ്റ് മൈസെൽഫ്. You will get through this. Okay. Yeah. Tackle it differently. Tackle it differently. എല്ലാ ദിവസവും tackling. Every day. See, tackle it differently. നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞാല് I think in this age and era that's the way we do it. ഇപ്പം anything that comes my way. നമുക്കിപ്പം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു 20 വർഷമായിട്ട് റേഡിയോ സ്റ്റേഷനിലാണ്, അതിന്റെ 12 വർഷം അതിന്റെ പ്രോഗ്രാം ഡയറക്ടറാണ്. അപ്പം you have to tackle it differently almost every day for a lot of things. പിന്നെ ഞാൻ അപ്പോൾ അങ്ങനെ ഒരു കേസ് ഇൻ പോയിന്റ് ടാക്കിൾ ഇറ്റ് ഡിഫറെന്റ്ലി പറയാനാണെങ്കിൽ ഐ വുഡ് ഓൾവേസ് ജസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞേ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഐ തിങ്ക് ഓഫ് റെക്കോർഡ് വി ആക്ച്വലി ടോക്ക്ഡ് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഹെയ്റ്റ് കമന്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. ഐ ടോൾഡ് യു ഹൗ ടു ടാക്കിൾ ഡിഫറെന്റ്ലി. ദ ബെസ്റ്റ് തിങ് ദറ്റ് യു ക്യാൻ ഡു ടു എ ഹേറ്റർ ഇസ് ഇഗ്നോർ ദം, റൈറ്റ്? ബട്ട് വാട്ട് ഇഫ് യു ആക്ച്വലി ignore them and give most consideration to all the others. അതായത് നല്ല കാര്യങ്ങൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു ഉമ്മയും ഒക്കെ അയച്ചിട്ട് ഇവനെ മാത്രം മൈൻഡ് ചെയ്തിരുന്നല്ലോ എന്തായിരിക്കും? tackle it differently. അതാ എനിക്ക് തോന്നുന്നത് that would actually work, I believe. I've seen it work. I got boom. You got boom. Yeah. Boom എന്താ boom? എന്താണ് ബൂം ചെയ്തത്? ഫോർ ഇൻസ്റ്റൻസ് വൈറലായ വീഡിയോ, ആദ്യമായിട്ട് വൈറലായ വീഡിയോ. ആദ്യമായിട്ട് വേറെ വീഡിയോ ഐ തിങ്ക് വീഡിയോ റെസ്പോൺസ് ടു എ ഷോ. അതായിരുന്നു ഫസ്റ്റ് വൈറൽ വീഡിയോ സംതിങ് ലൈക്ക് ബിഗ് ബോസ്. there was a show in Surya TV, so I did a video response to that. അത് got viral. That got viral. Okay. എന്താ? Go for it, enjoy. Go for it, enjoy. ഒന്ന് സ്കൈ ഡൈവിംഗ് ആണ്. എന്തെങ്കിലും എൻജോയ് ചെയ്തു. എന്റെ മനസ്സിൽ ഇപ്പൊ ആക്ച്വലി വന്നതാണ് ഗോ ഫോർ ഇറ്റ് എൻജോയ് എന്ന് പറഞ്ഞപ്പോ തന്നെ സ്കൈ ഡൈവിംഗ് ഒന്നും കൂടി ചെയ്താൽ കൊള്ളാന്നുണ്ട്. ഓ, അതൊരു സർപ്രൈസ് ആയിരുന്നു. അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, മറക്കില്ല നമ്മൾ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാല്. So I want to go for that again. എനിക്കാണ് അത് ഡോൺ. വേണ്ട, ഒരു പരിപാടി ഇഷ്ടമല്ല, പേടിക്കാൻ വേണ്ടി അങ്ങോട്ട് കാശ് കൊടുക്കുന്നു. അല്ല, മിഥുന് പേടി ഉണ്ടായിരുന്നോ? പിന്നെ എനിക്കതൊന്നും ഇഷ്ടം, എനിക്ക് ഭയങ്കര പേടിയാണ്. ശരിക്കും എനിക്ക് ഇത് ചാടാൻ ബേസിക്കലി നമ്മുടെ BMI വെച്ച് ചാടാൻ സമ്മതിക്കില്ല അവസ്ഥ. പക്ഷെ ആണെങ്കിലും എനിക്ക് സ്കൈ ഡൈവ് ഒക്കെ പേടിയാണ്. എനിക്ക് സ്കൈ ഡൈവ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഞാൻ റൈഡ്സിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ചേ കയറാറുള്ളൂ. ഇപ്പം ഇഷ്ടമായതുകൊണ്ട്. ഈയിടയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി സ്കൈ ഡൈവിംഗ്. ആണോ? അയ്യോ, ഇത് എത്ര നോട്ട് എ സിംഗിൾ ഡേ. നോട്ട് എ സിംഗിൾ ഡേ. ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്യാത്ത കാര്യം
എടുത്ത് മറ്റേ ഇതെടുത്ത് കാണിച്ചൂടെ വാസലിൻ യാ 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 ഞാൻ ഇതെന്നും എവിടെ പോയാലും കൊണ്ടുപോകും. ആ. Yeah. ഇത് എന്താണ് This is my savior. What do I say? ഇത് എന്ത് സാധനം ഇത് എന്ന് കൂടി ഇതിന്റെ അത് ഉള്ളില് കാണിച്ചോടെ എന്താണെന്ന് ഓ യാ അല്ലെ ഒരു പൂച്ചയെ കൊണ്ട് നടക്കണം അല്ല ഇതിന്റെ ഉള്ളിൽ എന്റെ ഹാൻഡ് ക്രീമാണ്. ഇത് എപ്പോഴും എനിക്ക് കയ്യിൽ വേണം. ഞാൻ ഫ്രം 8th grade തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്കിത് എപ്പോഴും വേണം. അതായത് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആങ്ഷ്യസ് ആവും ഞാൻ. ചില ദിവസങ്ങളിൽ നമ്മൾ കാറെടുത്ത് പുറത്തിറങ്ങി പോയി ഒരു സ്ഥലം വരെ എത്തിയിട്ട് ഒന്നെങ്കിൽ തിരിച്ചു പോയി ഇത് എടുക്കുകയോ അല്ലെങ്കിൽ കടയിൽ നിന്ന് പുതിയത് വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം. കാരണം എന്ന് വെച്ചാൽ അതില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ ആങ്സൈറ്റി ഇങ്ങനെ കൂടി വരും. ഓ അപ്പൊ അതാണ് സൂതിങ് Not a മെക്കാനിസം. single day. Yes. നോട്ട് എ സിംഗിൾ ഡേ. എനിക്ക് നോ യാറാണ് വന്നിരിക്കുന്നത്. നോ യാർ. ഞാൻ ഇത് ചെയ്യൂല. നോ യാർ. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളെന്ന് അറിയാം. പക്ഷെ എന്നാലും നോ യാർ ഈ നോ പറയാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഒരുപാട് നോ പറയാൻ പറ്റാത്തതിന്റെ പ്രശ്നമുണ്ട്. നോ യാർ വുഡ് ബി മേ ബി ഐ ഡോണ്ട് നോ ഐ വുഡന്റ് maybe act or maybe I wouldn't promote a few stuff. ചില കാര്യങ്ങൾ ഞാൻ പ്രൊമോട്ട് ചെയ്യൂല. ലൈക്ക് ഐ ഡോണ്ട് വാണ്ട് ടു. ഞാൻ അത് ഞാൻ പറയുമ്പോൾ നാളെ പോയി പ്രൊമോട്ട് ചെയ്താലോ എന്നുള്ള സംഭവം. കാരണം ഐ യൂസ് ടു സേ ദിസ് ഫോർ എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ ഹാവ് ആക്ച്വലി ചേഞ്ച്ഡ് ഡ്യൂറിങ് കോവിഡ്. കാരണം ഇത് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. പക്ഷേ ഞാൻ എത്രയോ നാളായിട്ട് ഞാൻ പറയാറുണ്ട്, ഞാൻ മറ്റേ ഈ എന്താ പറയണ ഒരു ഫൈനാൻഷ്യൽ സംഭവങ്ങളുണ്ടല്ലോ, എന്താ പറയാന് ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങളുടെ കാശെടുത്ത് ഇതിലിടൂ എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഞാൻ മാക്സിമം എനിക്ക് വരുന്നതൊക്കെ ഞാൻ ഒഴിവാക്കി വിടാറാണ് പതിവ്. കാരണം ഈ പറയുന്ന പോലെ ഞാൻ അങ്ങനെ ഇട്ട് പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് എനിക്കത് പറയാനുള്ള അവകാശം ഇല്ലെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയും ഇപ്പൊ ക്രിപ്റ്റോയില് ഇൻവെസ്റ്റ് ചെയ്യൂ, ഇതൊക്കെ ചിലപ്പോൾ നല്ല കാര്യമായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സ്റ്റോക്ക് ആൻഡ് ഷെയർ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് വന്നപ്പം ഇങ്ങനെ ഷെയർ ട്രേഡിംഗിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു കമ്പനി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല. അപ്പോൾ ദേ സെഡ് നോ വി ആർ ജസ്റ്റ് ടീച്ചിങ് ദം. ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനിടാം, നമ്മുടെ ആരും ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഇഫ് യു വാണ്ട് ടു ലേൺ ട്രേഡിംഗ് ദാറ്റ്സ് വാട്ട് ദേ ആർ ഡൂയിങ് നോ ദാറ്റ് ഐ എം റെഡി. ബട്ട് ഐ വിൽ നോട്ട്. എനിക്ക് ഒരാളുടെ അടുത്ത് വേറൊരു തൊട്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഗുണം കിട്ടിയ സാധനം. പക്ഷേ അങ്ങനെയല്ല ഇപ്പം സ്റ്റോക്കിലും ഷെയറിലോ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് അറിവിടാത്തത് കൊണ്ടാണ്. ഞാൻ അറിയാത്ത അങ്ങനത്തെ സാധനങ്ങൾ മിക്കവാറും പറയില്ല. പിന്നെ എനിക്ക് ബെറ്റിംഗ് ഗെയിംസ് അങ്ങനെയുള്ള സാധനങ്ങൾ നോ യാറാണ് ഇപ്പൊ. Tomorrow it might change, I don't know, but I mean that depends on the stage and thing that I'm talking about. But if somebody can actually change my mentality, I might change. പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ ഈ ബെറ്റിംഗ് ഗെയിംസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ചെയ്യില്ല. Lakshmi, I'm wrapping up the show now. Okay. So if there is one philosophy that you hold on to, അല്ലെങ്കിൽ ഒരു thought, ഒരു motto, anything that you hold on to at this point in time, or ലൈഫിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു പോയിന്റിലേക്ക് എത്തിച്ച ഏതെങ്കിലും ഒരു തോട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക ഫോർ അവർ വ്യൂവേഴ്സ്. ഓൾവേസ് ഫോർ മീ ഫാമിലി ഈസ് എവറിത്തിങ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് എല്ലാം. ആൻഡ് വാട്ട് ഈസ് യുവർ തോട്ട്? ഐ ടെൻഡ് ടു എസെൻഷ്യലി നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ കിട്ടുന്ന മൊമെന്റ്സ് എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതിനാണ് എൻ്റെ ഒരു ഹോൾ ഹാപ്പി ഗോ ലക്കി ഫിലോസഫിയാണ് എൻ്റെ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോയിൽ പോകുന്ന ആളാണ്. വലിയ പ്രശ്നങ്ങളിലൊന്നും ഞാൻ തലവയ്ക്കാറില്ല. ഞാൻ എൻ്റെ രീതിയിൽ പോവും. ചില സമയത്ത് എന്നെ തേടി പ്രശ്നങ്ങൾ വന്നാലും അതിൽ നിന്ന് എങ്ങനെയും എസ്കേപ്പ് ചെയ്ത് പോകാൻ നോക്കുന്ന, വളരെ ഞാൻ പറഞ്ഞു എന്തിന് എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മാക്സിമം മുന്നോട്ട് പോകാൻ നോക്കുന്ന, എന്നാൽ മനസ്സിലുള്ള രാഷ്ട്രീയം വെളിയിൽ പറയുക പോലും ചെയ്യേണ്ട എന്ന് ചിന്തിക്കുന്ന, കാരണം അതെല്ലാം എൻ്റെ പേഴ്സണൽ തോട്ട്സ് ആണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അത്തരത്തിൽ ഒരു ഫിലോസഫിയിലാണ് ഞാൻ പോണത്. ബി ഹാപ്പി ഓൾവേസ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ബോത്ത് ഓഫ് യു. Thank you. And Tanvi ഇവിടെ ഇരിപ്പുണ്ട്, സ്റ്റുഡിയോയിൽ ഇരിപ്പുണ്ട്. She's very busy. Wishing you all three all the very best. And ഈ ഒരു Thank സമയം you for inviting us here. അതാണ്. I have been planning for so long. നിങ്ങൾ finally you made this time for us, for all of us viewers. I'm really grateful. It's a great honor to be here. Yeah, absolutely. Thank നമ്മൾ we adore your show. It അതുകൊണ്ട് was lovely talking to you. Show കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. Thank you, Lakshmi. Thank you. Thanks a lot. Thank you.